എല്ലാ കൂട്ടുകാർക്കും +1 ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +1ലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ബ്രിഡ്ജ് കോഴ്സ് നമ്മളിവിടെ ചെയ്യുവാണ്. കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് +1 ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ആക്ച്വലി 8, 9 ക്ലാസ്സുകളിലെ സിലബസുകളും അതിന്റെ ഇച്ചിരി അഡ്വാൻസ്ഡ് ലെവലുമാണ് +1ൽ പഠിക്കാനുള്ളത്. അപ്പൊ 10ാം ക്ലാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് 11ലേക്ക് വരുമ്പോൾ ഒരു സ്റ്റക്കായി പോയി നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച കാര്യങ്ങൾ +1ലെ ഓരോ ചാപ്റ്ററിലേക്കും ആവശ്യമുള്ള നിങ്ങൾ 8ലും 9ലും പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തു പോവുകയാണ് ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ +1ലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾ 8ാം ക്ലാസ്സിൽ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ 8ാം ക്ലാസ്സിൽ പഠിച്ച ആ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതും അതിന്റെ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ 8ാം ക്ലാസ്സിലെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ പഠിക്കാൻ പോവുകയാണ്. അത് പഠിച്ചിരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് ഫിസിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ +1 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിലെ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ചില ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മാസ്, ടൈം. ഇത് മൂന്നുമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം യൂണിറ്റ് ഉണ്ട്. നമുക്കറിയാം ലെങ്തിന്റെ യൂണിറ്റ് അതാണ് മീറ്റർ ആണ് ലെങ്തിന്റെ യൂണിറ്റ്. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് ലെങ്തിന്റെ യൂണിറ്റ് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയും. ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിറ്റ് എന്നാണ് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബേസിക് യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞു. അല്ലാതെ തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ഉണ്ട്. അതായത് ചെറിയ ചെറിയ ലെങ്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റിമീറ്ററിൽ പറയാറുണ്ട്, മില്ലിമീറ്ററിൽ പറയാറുണ്ട്, അതുപോലെ മൈക്രോമീറ്ററിൽ പറയാറുണ്ട്, നാനോമീറ്റർ. കേട്ടോ, ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുമ്പോൾ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ +1ലാണെങ്കിലും +2ലാണെങ്കിലും പഠിക്കുമ്പോൾ ഈ യൂണിറ്റുകളൊക്കെ നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലംസും ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ചെറിയ ചെറിയ യൂണിറ്റുകൾ, സ്മോൾ യൂണിറ്റ്സുകളൊക്കെയാണ് സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലാർജ് യൂണിറ്റുകളും ഉണ്ട്. കിലോമീറ്റർ, കേട്ടോ, കിലോമീറ്റർ ലാർജ് യൂണിറ്റ് ആണ്. അതുപോലെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, അത് ലാർജ് യൂണിറ്റ് ആണ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, അത് ലാർജ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ പാർസെക് എന്നൊക്കെ പറയും. കേട്ടോ, ഇതൊക്കെ എന്താണ്? ലാർജ് യൂണിറ്റുകളാണ്. വലിയ വലിയ യൂണിറ്റുകൾ, അതായത് വലിയ വലിയ മെഷർമെന്റ്സ്, ലെങ്തുകൾ. കേട്ടോ, ലെങ്തിന്റെ വലിയ വലിയ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കിലോമീറ്റർ ഒക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് ഇയർ, ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. കേട്ടോ, ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇയർ എന്ന് ഓർക്കുള്ളൂ. കേട്ടോ, ലൈറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. പാർസെക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ലെങ്തിന്റെ യൂണിറ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യാനും കൂടെ പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? നമുക്കറിയാം ബേസിക് യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ തരുമ്പോൾ കിലോമീറ്ററിലോ സെന്റിമീറ്ററിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്യാനും പഠിച്ചിരിക്കണം. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം 100 സെന്റിമീറ്റർ, ഇല്ലേ? 100 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യും? ഡിവൈഡ് ബൈ 100 ചെയ്യും, അല്ലേ? ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ സെന്റിമീറ്റർ എന്തായിട്ട് മാറും? മീറ്ററിലേക്കായിട്ട് മാറും, ഇല്ലേ? അപ്പം ഈ 1 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 10ന്റെ പവർ ആയിട്ട് എങ്ങനെ എഴുതാം? 10⁻², ഇല്ലേ? 100 അല്ലേ? അപ്പൊ 10⁻² എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെ നമുക്ക് ഒന്നുകൂടെ കൺവേർട്ട് ചെയ്ത് എഴുതാം. ഈ 10⁻² മേലിലേക്ക് പോകും, ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അത് ന്യൂമിനേറ്ററിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? 10⁻² ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് 10⁻² മീറ്റർ ആണ്. കേട്ടോ, നമുക്ക് വാല്യൂസ് ഒക്കെ തരും. ഇപ്പൊ പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് 5 സെന്റിമീറ്റർ എന്നൊന്നുമല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് ആക്കി വേണം ചെയ്യാൻ. അപ്പൊ 5 സെന്റിമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 10⁻² മീറ്റർ എന്ന് വേണം എഴുതാൻ. എന്നിട്ട് വേണം നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ.
മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ നമുക്കറിയാം മില്ലിമീറ്റർ, നമുക്കറിയാം എങ്ങനെയാണ്, 1000 ഇല്ലേ, 1000 മില്ലിമീറ്റർ ഇല്ലേ, 1000 മില്ലിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ തന്നെ മില്ലിമീറ്ററിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം, മീറ്ററിലേക്ക് മാറ്റണം. മനസ്സിലായല്ലോ? 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എത്ര മീറ്റർ ആയിരിക്കും? ഇതുപോലെ തന്നെ ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ എത്രയാണ്, 1000 ഇല്ലേ, 1000 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ എത്രയാണ്, 10⁻³ വരും ഇല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ. ഓക്കെ ആയല്ലോ? അപ്പൊ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10⁻³ മീറ്റർ ആണ്. മനസ്സിലായോ? എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ 5 മില്ലിമീറ്റർ എന്ന് പറയാന്ന് വിചാരിച്ചു. 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം, 5 × 10⁻³ മീറ്റർ എന്ന് എഴുതണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആയല്ലോ? ഇനി അടുത്തൊരു യൂണിറ്റ് ആണ് മൈക്രോ. മൈക്രോ നമുക്ക് അറിയാം, മൈക്രോസ്കോപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, മൈക്രോസ്കോപ്പ് എന്നൊക്കെ. അപ്പൊ ഈ മൈക്രോ എന്ന് പറഞ്ഞിരിക്കുന്നത്, മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയാണ്, വളരെ ചെറുതാണ് അല്ലെ, ചെറിയ വസ്തുക്കളെ കാണാൻ വേണ്ടിയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം മൈക്രോ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. മനസ്സിലായല്ലോ? അതായത് 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്, 1 മൈക്രോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൺവേർട്ട് ചെയ്യുകയാണ്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ഡിവൈഡ് ബൈ, മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ അല്ലേ വരുന്നത്, ഡിവൈഡ് ബൈ 10⁻³ ഇവിടെ എന്ന് പറയുമ്പോൾ 10⁻6 വരും കേട്ടോ. 10⁻6 ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 60 വരും, ഇവിടെ 10⁻6 വരും. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻6 ആണെന്ന് ഓർത്തോണം, ഡിനോമിനേറ്ററിൽ 6, അപ്പം 10⁻6 മീറ്റർ. മൈക്രോ എപ്പോഴും ഓർത്തോണം കേട്ടോ. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻6 ആണ്, വളരെ കുറവാണ്. ഇനി അടുത്തതുണ്ട് നാനോമീറ്റർ കേട്ടോ. 1 നാനോമീറ്റർ, നാനോമീറ്ററിനെ നമുക്ക് കൺവേർട്ട് ചെയ്തേണ്ടതായിട്ട് വരും. 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ നാനോ എന്ന് ഉദ്ദേശിക്കുന്നത് അതിലും ചെറുതാണ് അല്ലെ. നാനോ എന്ന് പറഞ്ഞാൽ നാനോ കാർന്നൊക്കെ പറയില്ല, വളരെ ചെറുതിനെയല്ലേ പറഞ്ഞത്. അപ്പൊ എത്ര 0 വരും, 9 0 ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓർത്തോണം 9. മനസ്സിലായല്ലോ? 9 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻9 എന്നാണ് നമ്മൾ എഴുതുന്നത് നാനോ എന്ന് പറയുമ്പോൾ കേട്ടോ. മേളിലോട്ട് പോകുമ്പോൾ 10⁻9 മീറ്റർ. നാനോ എന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഇനി ഉണ്ട് കേട്ടോ. നമുക്ക് അതിന് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ +1 ചാപ്റ്ററുകളൊക്കെ പഠിക്കാൻ വരുമ്പം കൃത്യമായിട്ട് പഠിക്കും. ഇത്രയും ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, എങ്ങനെയാണ്, സെന്റിമീറ്റർ, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എങ്ങനെയാണ്, 10⁻² മീറ്റർ. ഇനി അതുപോലെ തന്നെ മില്ലിമീറ്റർ ഇല്ലേ, മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി എങ്ങനെയാണ്, 10⁻³ മീറ്റർ. മനസ്സിലായല്ലോ? മൈക്രോമീറ്റർ, മൈക്രോമീറ്ററിനെ എങ്ങനെയാണ്, 10⁻6 മീറ്റർ. ഇനി നാനോമീറ്റർ, നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നാനോമീറ്ററിനെ കൺവേർട്ട് ചെയ്യുന്നത്, നാനോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻9 മീറ്റർ. ലെങ്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഇനിയും ആവശ്യമായിട്ടുണ്ട്, വേറെ ആവശ്യമായിട്ടുള്ളതുകൊണ്ട്, ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ലെങ്തിന്റെ കേസിൽ. മനസ്സിലായല്ലോ? അപ്പം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ്. ചെറിയ ലെങ്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ കേട്ടോ, പൈക്കോ എന്നൊക്കെ ഉണ്ട്, ഇനിയുണ്ട് വേറെ കേട്ടോ, അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ലാർജ് യൂണിറ്റുകളാണെങ്കിൽ കിലോമീറ്റർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ലാർജ് യൂണിറ്റ്. ഇനി കൺവേർഷനും സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുന്നത് 10⁻² മീറ്റർ ആണ്, മില്ലിമീറ്റർ 10⁻³ മൈക്രോ 10⁻6 നാനോമീറ്റർ 10⁻9 മീറ്റർ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതാം. 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 10⁻² മീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻³ മീറ്റർ ആണ്. 1 മൈക്രോമീറ്റർ 10⁻6 ആണ്. ഇവിടെ എത്രയും 10⁻9 മീറ്റർ. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് എ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാസ്, മാസ് നമുക്കറിയാം എന്താണ്, മാസ് ഈസ് എ മെഷർ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇറ്റ് ഇല്ലേ, അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ഇല്ലേ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? മാസിന്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, കിലോഗ്രാം ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതാ ഇങ്ങനെയാണ്, kg എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈറ്റ് സിമ്പൽ കേട്ടോ, റെപ്രസെന്റ് ചെയ്യുന്നത് kg എന്നാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കണം കേട്ടോ, സ്മോൾ ലെറ്റർ K ആണ്, G കേട്ടോ, അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്.
ഇനി ഈ കിലോഗ്രാം ആണ് നമ്മൾ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറഞ്ഞു. മറ്റ് യൂണിറ്റുകളുണ്ട്, മാസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റ് യൂണിറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഗ്രാമിൽ പറയാറില്ലേ? ഗ്രാമിൽ പറയാറുണ്ട് അല്ലെ? ഗ്രാമിലെ ക്വിന്റൽ, ടൺ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാമും കിലോഗ്രാമും ആണ്. അപ്പൊ അതും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. മില്ലിഗ്രാം ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാമും കിലോഗ്രാമും ആണ്. ഇപ്പൊ മില്ലിഗ്രാം ആവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ 1/10⁶ കിലോഗ്രാം ആണ്, 10⁻⁻6 കിലോഗ്രാം എന്ന് എഴുതാം. ഗ്രാമിന്റെ കേസ് അറിയാലോ, 1000 ഗ്രാം അല്ലെ? 1000 ഗ്രാം ചേരുന്നതാണ് നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയാം. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 1/1000 ഇല്ലേ? അത് യൂഷ്വലി ഉപയോഗിക്കുന്ന ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. 1/1000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10⁻³ എന്ന് വരും. അത് 10⁻³ കിലോഗ്രാം. അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 10⁻³ കിലോഗ്രാം. ക്വിന്റൽ കേട്ടോ, ക്വിന്റൽ 1 ക്വിന്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. 100 എന്ന് പറയുമ്പോൾ 10⁻² കിലോഗ്രാം ആണ്. ഒരു ടണ്ണിലാണ് വാല്യൂ തന്നിരിക്കുന്നത്, കിലോഗ്രാമിലേക്ക് മാറ്റുക 10⁻³ കിലോഗ്രാം ആണ്. മനസ്സിലായല്ലോ? അപ്പം മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് കിലോഗ്രാം. കിലോഗ്രാം ആണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗ്രാം, മില്ലിഗ്രാം, ക്വിന്റൽ അല്ലെ? അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടൺ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൺവേർഷൻ അറിഞ്ഞിരിക്കുക കേട്ടോ. മില്ലിഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ 10⁻⁻6. ഈ ഒരു ടേബിളിലെ പറഞ്ഞിരിക്കുന്ന കാര്യം, മില്ലിഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ 10⁻⁻6 കിലോഗ്രാം ആണ്. ദെൻ ഗ്രാമിനെ കിലോഗ്രാമിലാക്കണമെങ്കിൽ 10⁻³ കിലോഗ്രാം ആണ്. ദെൻ 1 ക്വിന്റൽ അല്ലെ? 1 ക്വിന്റൽ ഉണ്ട്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം 10⁻² കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ 1 ടൺ അല്ലെ? 1 ടൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ 10⁻³ കിലോഗ്രാം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു 4 കാര്യങ്ങൾ മാസിനെ സംബന്ധിച്ചുള്ള കൺവേർഷൻ. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു ബേസിക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ആണ്. ടൈമിന്റെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ S വെച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ലെങ്ത്, മാസ്, ടൈം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അതിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. Then fundamental quantities നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Physical quantities which are independent of each other and cannot be expressed in terms of other physical quantities are called fundamental quantities. എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ലെങ്ത്, മാസ്, ടൈം. ലെങ്ത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈം അത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈമിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ലെങ്ത്, മാസ്, ടൈം നല്ല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഈ ക്വാണ്ടിറ്റീസിനെ നമ്മൾ മറ്റു ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബേസിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് വേറെ ക്വാണ്ടിറ്റീസ് ഒക്കെ എഴുതാം ഇല്ലേ? ഇപ്പൊ ലെങ്ത് ഇൻറ്റു ലെങ്ത് വന്നു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് ഏരിയ വരും ഇല്ലേ? അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതാം. പക്ഷെ ഇതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലെങ്ത്, മാസ്, ടൈം ആർ ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്താ പറഞ്ഞാൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലെങ്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് നമ്മൾ കണ്ടു, ഏതാണ്? മീറ്റർ ആണ്. മാസിന്റെ കിലോഗ്രാം ആണ്. ടൈമിന്റെ സെക്കൻഡും ആണ്. മനസ്സിലായല്ലോ? എന്താ നോക്കുക, യു ആർ ഫെമിലിയർ വിത്ത് ദ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. There are some quantities which are not related to one another and cannot be expressed using other quantities. Such quantities are known as fundamental quantities. The units of the fundamental quantities are known as fundamental quantities ഉണ്ടല്ലോ, അതിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ അത് സാധാരണ ഇന്റർനാഷണലി സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. അത് നമ്മൾ SI യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഫണ്ടമെന്റൽ യൂണിറ്റിന് നമ്മൾ എങ്ങനെ പറയാം? SI യൂണിറ്റ് എന്നും പറയാം അല്ലെ? അപ്പൊ ലെങ്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ലെങ്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. അതുപോലെ തന്നെ മാസിന്റെ ഏതാണ്? കിലോഗ്രാം ആണ്. ദെൻ ടൈമിന്റെ ഏതാണ്? സെക്കൻഡ് ആണ്. മനസ്സിലായല്ലോ? സെക്കൻഡ് അത് സ്മോൾ ലെറ്റർ, സെക്കൻഡ് നമ്മൾ സ്മോൾ ലെറ്റർ S വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ ലെങ്ത്, മാസ്, ടൈം അതല്ലാതെ, ഇതാണ് ബേസിക് ആയിട്ടുള്ളത്, ഇതല്ലാതെ മറ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ശരിക്കും 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അതിന്റെ യൂണിറ്റ് ഉണ്ട്. ലെങ്ത്, മാസ്, ടൈമിന് നമ്മൾ ഓൾറെഡി കണ്ടു. മറ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഇലക്ട്രിക് കറന്റ്. മനസ്സിലായല്ലോ? ഇലക്ട്രിക് കറന്റ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് നമ്മൾ പറയുന്ന ആംബിയറിലാണ് പറയുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ടെമ്പറേച്ചർ. അത് കെൽവിൻ എന്നാണ് പറയുന്നത്, ക്യാപിറ്റൽ K വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്
അത് MOL വെച്ച് റെപ്രസെന്റ് ചെയ്യും. ലൂമിനസ് ഇന്റൻസിറ്റി അത് ക്യാൻഡിലയാണ് അതിന്റെ യൂണിറ്റ്. പ്രകാശ തീവ്രത എന്ന് പറയും കേട്ടോ. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാൻഡിലയാണ്. അത് CD വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് +1 ഫസ്റ്റ് ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിന്റെ യൂണിറ്റിന്റെ പേര് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ സിമ്പലും, പ്രധാനമായിട്ടും സിമ്പൽ നമ്മൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നമ്മളിപ്പം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കണ്ടു, അതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. ആ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. വോളിയം, വെലോസിറ്റി, ഫോഴ്സ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വോളിയം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്, അല്ലേ? ലെങ്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണല്ലോ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെ? ലെങ്ത് തന്നെയല്ലേ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. തിക്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്തിന്റെ ഇതിലല്ലേ? അപ്പം ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. മനസ്സിലായല്ലോ പറഞ്ഞത്? ഡെൻസിറ്റി നമുക്ക് വേണമെങ്കിൽ ഡെൻസിറ്റി പറയാം, ഇല്ലേ? ഡെൻസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. കാരണം ഡെൻസിറ്റി എങ്ങനെയാണ്? മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം, ഇല്ലേ? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി പറയുന്നത്. മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, അല്ലേ? ഇത് വോളിയം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നല്ല വോളിയം കിട്ടുന്നത്. അപ്പം ഡെൻസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി, അല്ലെ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഓർക്കുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? ലെങ്ത് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം, അത് മെഷർ ചെയ്യുന്ന ലെങ്തിലല്ലേ മെഷർ ചെയ്യുന്നത്. സമയം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണല്ലോ, മനസ്സിലായി? അപ്പം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്? പുതിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഫോഴ്സ് എങ്ങനെയാണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതെല്ലാം എന്ത് പറയാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അതിന്റെ യൂണിറ്റിനെ നമുക്ക് എന്ത് പറയാം? ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ വോളിയം നോക്കിയേ, വോളിയത്തിന്റെ യൂണിറ്റ് ഏതാണ് വരുന്നത്? ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, തിക്നെസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ എന്ത് പറയും? മീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? ഡെൻസിറ്റി എങ്ങനെയാണ്? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ ഇവിടെ കണ്ടു, മീറ്റർ ക്യൂബ്. അതായത് എങ്ങനെ എഴുതാം? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അതെന്തുമാണ്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? മീറ്റർ ആണ്. ഡിവൈഡ് ബൈ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, ഇല്ലേ? അപ്പൊ അതെന്തൊക്കെയാണ്? ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് or those units which are depend on fundamental units are known as derived unit. Derived quantities ന്റെ യൂണിറ്റിനെ നമുക്ക് എന്ത് പറയാം? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയാം. അത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്നാണ് അത് വരുന്നത്. which are dependent on fundamental units. That is the derived quantities and derived unit. മനസ്സിലായല്ലോ? ഇനി നമ്മൾ യൂണിറ്റ്സുകളൊക്കെ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട്. ചുമ്മാ അങ്ങ് എഴുതി വെച്ചാൽ പോരാ യൂണിറ്റ്. നമ്മളിപ്പോ കിലോഗ്രാം എന്നൊക്കെ എഴുതിയില്ലേ? കിലോഗ്രാം എന്നൊക്കെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സ്മോൾ ലെറ്റർ ആണ് K എഴുതേണ്ടത്. അപ്പൊ അതൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ചുമ്മാ ക്യാപിറ്റൽ ലെറ്റർ Kയും സ്മോൾ ലെറ്റർ G എഴുതുക തെറ്റാണ്, അങ്ങനെ എഴുതുക. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി. യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ, the symbol of units are normally written using small letters in the English alphabet. സിമ്പൽ ഓഫ് യൂണിറ്റ് ഉണ്ടല്ലോ, അതിന്റെയൊക്കെ സിമ്പൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആൽഫാബറ്റിലെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. മീറ്റർ സിമ്പിൾസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ കേട്ടോ. സെക്കൻഡ്, കിലോഗ്രാം, കണ്ടില്ലേ? സ്മോൾ ലെറ്റർ kg, അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ, but there are certain occasions on which capital letters of the English alphabet are used as symbol. നമ്മൾ കണ്ടായിരുന്നു ചില ഒക്കേഷൻസിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കാണാറുണ്ട്. നമ്മൾ കണ്ടില്ലായിരുന്നോ? ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആംബിയർ ആണെന്ന് കണ്ടു, അല്ലേ? ആംബിയർ ആണെന്ന് കണ്ടു. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ, അതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാല്, നമ്മൾ ആരുടെയെങ്കിലും പേര്
മനസ്സിലാകുന്നുണ്ട്? ആരെങ്കിലും പേരിന്റെ സ്മരണാർത്ഥം നമ്മൾ എന്താണ് യൂണിറ്റുകളൊക്കെ പറയും, റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ആരെങ്കിലും പേര് ആണ് പേരിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് പറയുന്നതെങ്കിൽ അതിന് അങ്ങനെയുള്ളതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ, വോൾട്ട്, അലക്സാണ്ട്രോ വോൾട്ടയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അത് നമ്മൾ ക്യാപിറ്റൽ വി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്മോൾ വി അല്ല. അതിന് കാരണം എന്താണ്? ഒരാളുടെ പേരായതുകൊണ്ട്. ബ്ലേസ് പാസ്കൽ, പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. അത് നമ്മൾ സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ പി എന്ന് എഴുതണം. നമ്മൾ ഫുൾ ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ വെച്ചിട്ട് എഴുതുക കേട്ടോ. അത് സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ പി എ. ഐസക് ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം. ഫോഴ്സിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. നമ്മൾ യൂണിറ്റ് ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെറ്റേഴ്സ് വെച്ച് എഴുതുവാണെങ്കിൽ സ്മോൾ ലെറ്റർ വെച്ച് എഴുതണം. പക്ഷെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം നോർമലി നമ്മൾ സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ചില ഒക്കേഷൻസ് എപ്പോഴാണ്? ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ പേരുകൾ വരുന്ന സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സിമ്പിൾ എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി 2 റൂള് കണ്ടു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വൈൽ റൈറ്റിംഗ് ദ നെയിംസ് ഓഫ് യൂണിറ്റ്സ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് യൂണിറ്റുകൾ നമ്മൾ യൂണിറ്റുകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുകയില്ല എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുകയില്ല. സിമ്പിൾ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം. അതുകൊണ്ടല്ലേ കെൽവിൻ എഴുതിയിരിക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ഉപയോഗിക്കുക. അവിടെ നമ്മൾ ഫുൾ ആയിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല. ന്യൂട്ടൺ കണ്ടോ, ന്യൂട്ടൺ എഴുതിയിരിക്കുന്നു. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഫുൾ ആയിട്ട് എഴുതുമ്പോൾ എഴുതാൻ പാടില്ല. അല്ലെങ്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കെ എന്ന് എഴുതാം, ഇത് എന്നും എഴുതാം. മനസ്സിലായല്ലോ? ഫുൾ ആയിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, നെവർ യൂസ് എ പ്ലൂറൽ ഫോം ഫോർ സിംബൽസ്. സിംബൽസിന്റെ പ്ലൂറൽ ഫോംസ് ഉപയോഗിക്കാൻ പാടില്ല. 10 കിലോഗ്രാം കേട്ടോ, 10 കിലോഗ്രാംസ് എന്ന് എഴുതാൻ പാടില്ല. കിലോഗ്രാംസ് പ്ലൂറൽ ആണ്. 75 സെന്റിമീറ്റർ, 75 സെന്റിമീറ്റേഴ്സ് എന്ന് പറയാറില്ല. 75 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? അടുത്തത്, നെവർ യൂസ് ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ആഫ്റ്റർ എ സിമ്പിൾ എക്സെപ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് എ സെന്റൻസ്. എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഫുൾ സ്റ്റോപ്പോ കേട്ടോ, നെവർ യൂസ് എ ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ആഫ്റ്റർ എ സിമ്പിൾ എന്താണ്? ആ സിമ്പിൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പോ കോമ ഉപയോഗിക്കാൻ പാടില്ല. ആ സെന്റൻസ് കഴിയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? 75 സെന്റിമീറ്റർ ഇസ് എ ലെങ്ത് ഓഫ് എ ടേബിൾ. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കും. 75 സെന്റിമീറ്റർ എന്ന് എഴുതി വെച്ച് നമ്മൾ ഒരിക്കലും ഇത് ഉപയോഗിക്കാറില്ല, ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഉപയോഗിക്കാറില്ല. കണ്ടില്ലേ? ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല. മനസ്സിലായല്ലോ? ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ ക്വാണ്ടിറ്റീസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത നോക്കിയേ, while writing derived units a slash is used to denote division but never use more than one slash in one derived unit. നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ എഴുതിയപ്പോൾ നമ്മൾ സ്ലാഷ് ഡിവിഷന് പകരം നമ്മൾ സ്ലാഷ് ഉപയോഗിച്ചു അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഇങ്ങനെ എഴുതി ഡിവിഷനായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ് അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലാഷ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ 2 സ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല. കണ്ടോ? ഇത് കണ്ടോ? ഇങ്ങനെ 2 സ്ലാഷ്, ഇത് തെറ്റാണ്. ഒരു സ്ലാഷ് ഉപയോഗിച്ച് നമുക്ക് ഡിവിഷന്റെ കേസിൽ എഴുതാം. ഇനി when a derived unit is expressed as a product of other units, use a dot or a space between them. ഡിറൈവ്ഡ് യൂണിറ്റ് നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇത് ഡിവിഷൻ ആയിട്ടല്ല വന്ന യൂണിറ്റ്, പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഒരു ഡോട്ടോ അല്ലെങ്കിൽ സ്പേസോ അതിന്റെ ഇടയിൽ ഉപയോഗിക്കണം. മനസ്സിലായി? ഇപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന് പറഞ്ഞു. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സ്പേസോ അല്ലെങ്കിൽ എന്താണ് ഒരു ഡോട്ടോ നമ്മൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്ത്, ഡു നോട്ട് മിക്സ് ദ നെയിം ഓഫ് എ യൂണിറ്റ് വിത്ത് ദ സിമ്പിൾ. നമ്മളൊരു യൂണിറ്റ് എഴുതുമ്പോൾ അതെന്താണ്? യൂണിറ്റും അതുപോലെ തന്നെ സിമ്പിളുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല. കിലോഗ്രാം പെർ മീറ്റർ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അത് ലെറ്റേഴ്സ് ആയിട്ട് ഫുൾ ആയിട്ട് എഴുതാം. കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ഇങ്ങനെ എഴുതാം. മനസ്സിലായല്ലോ? ഇവിടെ നോക്കിയാൽ കിലോഗ്രാം നമ്മൾ സിംബോളിക്കൽ ആയിട്ട് എഴുതി, ക്യൂബിക് മീറ്റർ എന്ന ലെറ്റേഴ്സ് അങ്ങനെ എഴുതാൻ പാടില്ല. അല്ലെങ്കിൽ കിലോഗ്രാം എന്ന ലെറ്റേഴ്സിൽ എഴുതി പെർ മീറ്റർ ക്യൂബ് നമ്മൾ ഇങ്ങനെ എഴുതി സിംബോളിക്കലുണ്ട്. അപ്പൊ അതൊക്കെ എഴുതാൻ പാടില്ല. ഇതൊക്കെ റോങ് മെത്തേഡാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എഴുതുമ്പോൾ ഒന്നെങ്കിൽ സിംബോളിക്കലായിട്ട് എല്ലാം റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ അങ്ങ് എഴുതുക. മനസ്സിലായല്ലോ?
ഇനി അടുത്ത് while writing units along with the value there must be single space between them. അതായത് while writing units along with the value, ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂവിന്റെ കൂടെ യൂണിറ്റ് എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ഒരു സ്പേസ് ഇട്ടിരിക്കണം. അതായത് കൊണ്ടോ 273 എഴുതിയിരിക്കുന്നുണ്ടല്ലേ, യൂണിറ്റ് എഴുതിയിരിക്കുന്നു കെൽവിൻ 273. അപ്പൊ എന്താണ് നമ്മൾ ചേർത്ത് എഴുതാൻ പാടില്ല. ഇതുകൊണ്ട് 273K ഇങ്ങനെ ചേർത്ത് എഴുതാൻ പാടില്ല, ചെറിയ സ്പേസ് ഇട്ടിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ 100 മീറ്റർ ഇത് നമ്മൾ ചേർത്ത് എഴുതാൻ പാടില്ല. നമ്മൾ നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി പോകുമ്പോൾ അങ്ങനെ എഴുതും, പക്ഷെ അങ്ങനെയല്ല എഴുതുന്നത്, കറക്റ്റ് പേര് എഴുതുക 100 മീറ്റർ. ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് വേണം എഴുതാൻ. ഇതൊക്കെ എന്താണ് റോങ് മെത്തേഡ് ആണ്. ഇനി നെവർ യൂസ് മോർ ദാൻ 1 യൂണിറ്റ് ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ എഴുതാൻ പാടില്ല. ഇതുകൊണ്ടല്ലേ 10.25 മീറ്റർ എന്ന് എഴുതാം. 10 മീറ്റർ 25 സെന്റിമീറ്റർ അങ്ങനെ എഴുതാൻ പാടില്ല. അതിന് പകരമാണ് 10.25 മീറ്റർ നമ്മൾ എഴുതുന്നത്. 10 മീറ്ററും 25 സെന്റിമീറ്റർ എന്നുമാണ്, പക്ഷെ അതിങ്ങനെ എഴുതാൻ പാടില്ല. 10.25 മീറ്റർ എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. യൂണിറ്റ്സുകളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് കേട്ടോ. നമ്മൾ ഇനി ഓരോരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഇക്വേഷൻസ് എഴുതുമ്പോഴും ഡെറിവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് അനുസരിച്ചിട്ട് വേണം എഴുതാൻ പാടുള്ളൂ കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതുക കേട്ടോ. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് +1 ഫിസിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലേക്കുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ ആക്കോട്ടോ, കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തൊട്ട് പുതിയ ചാപ്റ്റർ, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്ററിലേക്ക് കടക്കണം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. ഷോർട്ട് നോട്ടായിട്ടൊക്കെ എഴുതി വെക്കുക കേട്ടോ. പോയിന്റുകളൊക്കെ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിന്റെ വീഡിയോസ് ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് മുന്നത്തെ സിലബസിലാണ് ചെയ്തു വെച്ചെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ആ വീഡിയോസും കൂടെ ഒക്കെ കാണുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നെക്സ്റ്റ് വീഡിയോ മുതൽ വരുന്നതായിരിക്കും. എങ്കിലും പഴയ ക്ലാസ്സുകളൊക്കെ നിങ്ങളൊന്ന് കാണുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്